ആ 11 ലക്ഷം ബിറ്റ്കോയിനുകൾ കിടക്കുന്ന വാലറ്റ് എന്നെങ്കിലും ഒരിക്കൽ ഓപ്പൺ ചെയ്താൽ, ആ കോയിനുകൾ മൂവ് ചെയ്താൽ, അന്ന് ഈ ലോകത്തെ സാമ്പത്തിക വ്യവസ്ഥ ഒന്നാകെ കുലുങ്ങും. അത് വലിയൊരു ടൈം ബോംബ് പോലെ ആ സൈബർ ലോകത്ത് ഉറങ്ങിക്കിടക്കുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക സാമ്രാജ്യം, മൂല്യം ഏകദേശം 80 ലക്ഷം കോടി രൂപ. ആപ്പിളും ഗൂഗിളും വർഷങ്ങൾ കൊണ്ട് പ്രയത്നം കൊണ്ടുണ്ടാക്കിയെടുത്ത അതേ സാമ്രാജ്യം. പക്ഷെ ഈ വലിയ സാമ്രാജ്യത്തിൻ്റെ അധിപന്റെ മുഖം ഇന്ന് വരെ ഈ ഭൂമിയിൽ ആരും കണ്ടിട്ടില്ല. അയാൾക്ക് അഡ്രസ് ഇല്ല, പേരില്ല. ഇനി ആണാണോ പെണ്ണാണോ അതോ ഒരു ഹാക്കർ ഗ്രൂപ്പാണോ എന്നുപോലും ആർക്കും അറിയില്ല. ബിസിനസ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ബ്രില്യൻ്റായ ഒരു കിടിലൻ സസ്പെൻസ് ത്രില്ലറാണ്. നമുക്ക് ആ മിസ്റ്ററിയുടെ ചുരുളുകളൊന്ന് അഴിച്ചു നോക്കാം. (2008) ലോകം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തകർച്ചയുടെ സമയം. ലൊമാൻ ബ്രദേഴ്സ് പോലെയുള്ള അമേരിക്കയിലെ വമ്പൻ ബാങ്കുകൾ തകർന്ന് തരിപ്പണമാകുന്നു. സാധാരണക്കാരുടെ ലക്ഷക്കണക്കിന് രൂപയുടെ സമ്പാദികൾ ഒറ്റയടിക്ക് ഇല്ലാതാകുന്നു. ബാങ്കുകളോടും സർക്കാരുകളോടും ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ട ആ ഇരുണ്ട കാലം കൃത്യം ആ സമയത്താണ് 2008 ഒക്ടോബർ 31 ഇന്റർനെറ്റിന്റെ ഒരു ചെറിയ ക്രിപ്റ്റോഗ്രാഫി മെയിലിംഗ് ലിസ്റ്റിംഗിലേക്ക് ഒരു അജ്ഞാത ഇമെയിൽ വരുന്നത്. അയച്ച ആളുടെ പേര് സതോഷി നാക്കമോട്ടോ. ആ മെയിലിൽ വെറും 9 പേജിലുള്ള ഒരു വൈറ്റ് പേപ്പർ ഉണ്ടായിരുന്നു. ബിറ്റ്കോയിൻ എ പിയർ ടു പിയർ ഇലക്ട്രിക്കൽ ക്യാഷ് സിസ്റ്റം. ബാങ്കുകളോ സർക്കാരുകളോ ഇടനിലക്കാർ നിൽക്കാതെ ലോകത്തിന്റെ ഒരറ്റത്തു നിന്നും മറ്റൊരറ്റത്തേക്ക് പണം അയക്കാൻ പറ്റുന്ന തികച്ചും ഡീസെൻട്രലൈസ്ഡ് ആയ ഒരു പുതിയൊരു സിസ്റ്റം. അക്കൗണ്ട് മരവിപ്പിക്കാൻ ഗവൺമെന്റിന് കയ്യില്ല, ചോദ്യം ചെയ്യാൻ ബാങ്ക് മാനേജർ ഇല്ല. അതൊരു പുതിയൊരു ലോകത്തിന്റെ തുടക്കമായിരുന്നു. തുടക്കത്തിൽ സതോഷി ഓൺലൈൻ ഫോറങ്ങളിൽ ആൾക്കാരുമായി ചാറ്റ് ചെയ്തു, കോഡിലെ തെറ്റുകൾ തിരുത്തി. പക്ഷെ പെട്ടെന്നൊരു ദിവസം, അതായത് 2011 ഏപ്രിൽ 23 സതോഷി മറ്റൊരു ഡെവലപ്പർക്ക് ഒരു മെസ്സേജ് അയച്ചു. I will move on to other things. ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. ആ ഒരൊറ്റ മെസ്സേജിൽ സതോഷി ഇന്റർനെറ്റിൽ നിന്നും അപ്രത്യക്ഷനായി. ശരിക്കും സതോഷി എന്തിനാണ് മുഖം മറച്ചത്? വെറും ഒരു കൗതുകത്തിന് വേണ്ടിയാണോ? ഒരിക്കലുമല്ല. അതായിരുന്നു ആ ബിറ്റ്കോയിന്റെ ഏറ്റവും വലിയ വിജയരഹസ്യവും ബ്രാൻഡിംഗ് സ്ട്രാറ്റജിയും. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ. സതോഷി ആരാണെന്ന് ലോകത്തിന് അറിയുമായിരുന്നെങ്കിൽ ലോകത്തെ മുഴുവൻ ബാങ്കിങ്ങും സിസ്റ്റത്തിനും വെല്ലുവിളിക്കുന്ന ഇയാളെ ഗവൺമെന്റ് വെറുതെ വിടുമോ? തീർച്ചയായും അറസ്റ്റ് ചെയ്യും, സിസ്റ്റം പൂട്ടിക്കും. ഒരു പ്രൊജക്റ്റിന്റെ ഒരു CEO ഉണ്ടാകുമ്പോൾ അത് വലിയൊരു വീക്ക്നെസ് ആണെന്ന്, അതായത് സിംഗിൾ പോയിന്റ് ഓഫ് ഫെയിലിയർ. അവിടെയാണ് സതോഷി മാസ്റ്ററുടെ പ്ലാൻ വർക്കായത്. നേതാവില്ലാത്ത ഒരു സിസ്റ്റം ആരെ പോയി അറസ്റ്റ് ചെയ്യും? ഇതിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്താണെന്നറിയോ? സതോഷിയുടെ പേരിൽ ആദ്യകാലത്ത് മൈൻ ചെയ്തെടുത്ത ഏകദേശം 11 ലക്ഷം ബിറ്റ്കോയിനുകൾ ഇന്നും ഇന്റർനെറ്റിലെ ഒരു വാലറ്റിൽ അനങ്ങാതെ കിടപ്പുണ്ട്. ഇന്നത്തെ വില അനുസരിച്ച് നോക്കിയാൽ ഏകദേശം 6 ലക്ഷം കോടി രൂപ, അതായത് $70 ബില്യൺ പ്ലസ് ആസ്തിയുള്ള ആ പൈസ ഇതുവരെ ആരും തൊട്ടിട്ടില്ല. സ്വന്തം അക്കൗണ്ടിൽ 6 ലക്ഷം കോടി രൂപ കിടന്നിട്ടും അതൊന്ന് തിരിഞ്ഞുപോലും നോക്കാതെ ഒളിച്ചിരിക്കാൻ ഒരു മനുഷ്യന് കഴിയുമോ? സതോഷി ആരാണെന്ന് കണ്ടുപിടിക്കാൻ ലോകം മുഴുവനും ശ്രമിച്ചു. ഡോറിയൻ നക്കാമോട്ടോ 2014 ന്യൂസ് വീക്ക് മാഗസിൻ ഇതാണ് സതോഷി എന്ന് പറഞ്ഞു. അമേരിക്കയിലെ ഒരു ഫിസിക്സ് പ്രൊഫസറാണ്, പക്ഷെ അയാൾക്ക് ബിറ്റ്കോയിൻ എന്താണെന്ന് പോലും അറിയില്ലായിരുന്നു. അതുപോലെ തന്നെ ഒരു ഓസ്ട്രേലിയൻ സയന്റിസ്റ്റ് ക്രൈഗ് റൈറ്റ് ഞാനാണ് സതോഷി എന്ന് പറഞ്ഞു കോടതിയിൽ പോയി. പക്ഷേ ആ ഒരു 11 ലക്ഷം ബിറ്റ്കോയിൻ കിടക്കുന്ന വാലറ്റ് ഓപ്പൺ ചെയ്ത് കാണിക്കാൻ അയാൾക്ക് പറ്റാത്ത പക്ഷം അയാൾ ഫ്രോഡാണെന്ന് തെളിഞ്ഞു. ഹാൻ ഫിന്നി ഒരു കിടിലൻ ക്രിപ്റ്റോഗ്രാഫറാണ്. ബിറ്റ്കോയിനിലെ ആദ്യത്തെ ട്രാൻസാക്ഷൻ റിസീവ് ചെയ്തത് ഇദ്ദേഹമാണ്.
പക്ഷേ 2014 അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം മരിക്കുന്നതിന് തൊട്ട് മുമ്പാണ് സതോഷി അപ്രത്യക്ഷനായതും. ഇനി കുറച്ച് ഡാർക്ക് വെബ് തിയറിയിലേക്ക് പോകാം. ബിറ്റ്കോയിൻ പ്രവർത്തിക്കുന്ന SHA-256 എന്ന എൻക്രിപ്ഷൻ അൽഗോരിതം കണ്ടുപിടിച്ച അമേരിക്കൻ ഇന്റലിജൻസ് ആയ NSA നാഷണൽ സെക്യൂരിറ്റി ഏജൻസിയാണ്. അപ്പോൾ ഡോളറിന്റെ ആധിപത്യം കുറഞ്ഞു വരുമ്പോൾ അടുത്ത തലമുറയെ കൺട്രോൾ ചെയ്യാൻ അമേരിക്കൻ ഗവൺമെന്റ് തന്നെ ഉണ്ടാക്കിയ ഒരു രഹസ്യ ആയുധമാണെങ്കിലോ ബിറ്റ്കോയിൻ. അങ്ങനെയാണെങ്കിൽ സതോഷി നാക്കമോട്ടോ എന്നതൊരു വ്യക്തിയല്ല. സാംസങ്, തൊഷിബ, നക്കോമിച്ചി, മൊട്രോള എന്നീ 4 കമ്പനികളുടെ പേര് കൂട്ടിച്ചേർത്തുണ്ടാക്കിയ ഒരു കോഡ് നെയിമിംഗ് ആണ്. കേൾക്കുമ്പോൾ എന്തൊക്കെയോ കത്തുന്നുണ്ടല്ലേ? ക്രിപ്റ്റോ മാർക്കറ്റിൽ വലിയ തുക ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ നമ്മൾ വെയിൽസ് എന്ന് വിളിക്കും. അങ്ങനെയാണെങ്കിൽ സാക്ഷാൽ സതോഷി നാക്കമോ ബിറ്റ്കോയിൻ ലോകത്ത് ഏറ്റവും വലിയ വെയിൽസ് അല്ലേ? ചില വമ്പൻ തിയറികൾ പറയുന്നത് സതോഷി എന്നത് ഭാവിയെ മുൻകൂട്ടി കണ്ട ഒരു അഡ്വാൻസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. മനുഷ്യരാശിയെ ഡിജിറ്റൽ യുഗത്തിലേക്ക്, അതായത് Web3 ട്രാൻസിഷനിലേക്ക് കടത്താൻ വേണ്ടി ആരോ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ വലിയൊരു മാസ്റ്റർ പീസ്. ആ 11 ലക്ഷം ബിറ്റ്കോയിനുകൾ കിടക്കുന്ന വാലറ്റ് എന്നെങ്കിലും ഒരിക്കൽ ഓപ്പൺ ചെയ്താൽ, ആ കോയിനുകൾ മൂവ് ചെയ്താൽ, അന്ന് ഈ ലോകത്തെ സാമ്പത്തിക വ്യവസ്ഥ ഒന്നാകെ കുലുങ്ങും. അത് വലിയൊരു ടൈം ബോംബ് പോലെ ആ സൈബർ ലോകത്ത് ഉറങ്ങിക്കിടക്കുകയാണ്. ഇനി സതോഷി നാക്കമോട്ടോ മരിച്ചു പോയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അയാൾ ഇതെല്ലാം കണ്ട് ആരും അറിയാതെ ഒരു സാധാരണക്കാരനായി നമ്മുടെ ഇടയിൽ തന്നെ ജീവിക്കുന്നുണ്ടാകാം. അടുത്ത തവണ നിങ്ങൾ ബിറ്റ്കോയിൻ ചാർട്ട് നോക്കുമ്പോൾ, ട്രേഡ് ചെയ്യുമ്പോൾ ഇതൊന്ന് ഓർക്കുക. അദർശനായ ആ ഒരു കാവൽക്കാരൻ അവിടെ എവിടെയോ ഇരുന്നു ഇതെല്ലാം നിരീക്ഷിക്കുന്നുണ്ട്.